നമസ്കാരം. മഴക്കാലം പനിക്കാലമാണ്. സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപനം രൂക്ഷമാണ്. ആശങ്ക കൂട്ടി തലസ്ഥാനത്തെ കോളറ ബാധയും എറണാകുളത്തെ ഡെങ്കിപ്പനിയും. നെയ്യാറ്റിൻകര കാരുണ്യ കെയർ ഹോമിലെ ഒരു മരണം കഴിഞ്ഞ ദിവസം ഉണ്ടായത് കോളറ മൂലമെന്ന് സംശയമുണ്ട്. കെയർ ഹോമിലെ ഒരു കുട്ടിക്ക് രോഗബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. ലക്ഷണങ്ങളോടെ ഏതാനും അന്തേവാസികൾ ചികിത്സയിൽ കഴിയുന്നു. അതിനിടെയാണ് എറണാകുളത്തെ ഡെങ്കിപ്പനി വ്യാപനത്തിന്റെ വാർത്തയും വരുന്നത്. സംസ്ഥാനത്തെ ഡെങ്കി ബാധിതരിൽ 54% എറണാകുളത്താണ്. ശനിയാഴ്ച മാത്രം സ്ഥിരീകരിച്ചത് 86 കേസുകൾ. വൈറൽ പനി, മഞ്ഞപ്പിത്തം, എലിപ്പനി കേസുകളും വിവിധയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ, ഒപ്പം പനിയിൽ ജാഗ്രത എങ്ങനെ വേണം, ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നു. സ്വാഗതം. നമുക്കൊപ്പം ആരോഗ്യ വിദഗ്ധൻ ഉണ്ടാകും. ഒപ്പം DMO, ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ നമ്മൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനു മുൻപായി ഏറ്റവും പുതിയ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. തിരുവനന്തപുരത്തേക്ക്. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ കെയർ ഹോമിൽ കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. ആവശ്യമെങ്കിൽ രോഗികളെ ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കും. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എറണാകുളത്തെ ഡെങ്കിപ്പനി വ്യാപനവും രൂക്ഷമാണ് എന്ന വിശദാംശം വരുമ്പോൾ അതിൽ സംസ്ഥാനത്തെ ഡെങ്കി ബാധിതരിൽ 54% എറണാകുളത്താണ് എന്നുള്ളതാണ്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾക്കായി ഞങ്ങളുടെ പ്രതിനിധികളിലേക്ക് ആദ്യം പോകുന്നു. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന്, ഒപ്പം എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന്. ആദ്യം അജീഷിലേക്ക്. അജീഷ്, ഇപ്പോൾ തിരുവനന്തപുരത്തെ ഏറ്റവും ആശങ്കയായി വന്നിരിക്കുന്നത് കോളറ ബാധയാണ്. അത് നെയ്യാറ്റിൻകരയിലെ ഒരു കെയർ ഹോമിൽ നിന്നാണ് അങ്ങനെ ഒരു വാർത്ത വന്നത്. കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ ഒരാൾക്ക്, ഒരു അന്തേവാസിക്ക്, പക്ഷേ അതുണ്ടോ എന്നത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നാൽ മാത്രമേ ഒരുപക്ഷെ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് പറയുന്നത്. മറ്റൊന്ന്, അതേ ഹോമിലെ തന്നെ മറ്റൊരു അന്തേവാസിക്ക് രോഗം സ്ഥിരീകരിച്ചു. ഏതാണ്ട് 12 പേരോ മറ്റോ ഈ രോഗലക്ഷണങ്ങളോട് ചികിത്സയിലും കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു ആശങ്കയുടെ സാഹചര്യമുണ്ടോ? എന്താണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരം? അനുജ, എന്തായാലും തിരുവനന്തപുരത്ത് ഈ ആരോഗ്യവകുപ്പ് നേരത്തെ പ്രതീക്ഷിച്ചതാണ് ജൂലൈ മാസത്തിൽ പകർച്ചവ്യാധികൾ വ്യാപകമായി പടരുമെന്ന്. അത്തരത്തിലുള്ളൊരു റിപ്പോർട്ടുകളാണ്, കണക്കുകളാണ് കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നുകൊണ്ടിരുന്നത്. ജൂൺ മാസത്തിൽ 10,000 ആയിരുന്നു പരിക്കേസുകളെങ്കിൽ ജൂലൈ മാസം തുടക്കമാകുമ്പോൾ തന്നെ 11,000 കടക്കുന്നൊരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഡെങ്കി കേസുകളും 2,000-ന് മുകളിലാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്തത്. മരണവും കൂടി വരുന്നു. ഇതിനിടയിലാണ് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിൽ ഇപ്പോൾ കോളറ കേസ് കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് അവിടുത്തെ 26-കാരനായ അനു എന്ന അന്തേവാസി അവിടെ അന്തരിച്ചത്. അദ്ദേഹത്തിന് ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ രക്തസ്രാവം അല്ലെങ്കിൽ സാമ്പിളുകൾ പരിശോധിക്കാൻ സാധിച്ചിരുന്നില്ല. അതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും ബാക്കിയുള്ള, അന്ന് സമാന രോഗലക്ഷണമായി 12 പേർ കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത്. ഇതിൽ ഒരു 10 വയസ്സുകാരന്റെ സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് കോളറ സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് ആരോഗ്യവകുപ്പിലെ ജീവനക്കാർ ഈ കാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റലിലെത്തി പരിശോധന നടത്തിയിരുന്നു. ഇതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അവിടുത്തെ ജീവനക്കാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവിടെ ഭക്ഷണമൊന്നും പുറത്തു നിന്ന് എത്തിക്കുന്നില്ല. അവിടെ അകത്തുള്ള വെള്ളവും ഭക്ഷണം അതിനകത്ത് തന്നെയാണ് പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് നിന്നായിരിക്കും ഇതിന്റെ കോളറ പടരാനുള്ള ഒരു സാധ്യത എന്നാണ് പറയുന്നത്. ഈ മരിച്ച അനുവിന്റെ ഈ തൊളിക്കോടാണ് അനുവിന്റെ വീട്. അവിടെ ഈ വീട്ടിനകത്തും ആരോഗ്യ പ്രവർത്തകർ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അനുവിന്റെ അമ്മ പറയുന്നതനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ ദിവസമൊന്നും, ഈ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പൊന്നും മറ്റ് രോഗലക്ഷണങ്ങളൊന്നും അനുവിനുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ അനുവിനും ഈ ക്യാമ്പിൽ, ഈ ഹോസ്റ്റലിൽ നിന്ന് തന്നെയാകും ഈ രോഗം പടർന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഒരു യോഗം ചേർന്നതിന് ശേഷം ഒരു പത്രക്കുറിപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ആളുകൾക്ക് ഈ കോളറ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ ചെയ്യണം, ജാഗ്രത പാലിക്കണം, വ്യക്തിശുചിത്വം പാലിക്കണം. അതുമാത്രമല്ല, ചൂടാക്കിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. മാലിന്യം കലർന്ന വെള്ളവുമായി ഒരു കാരണവശാലും സമ്പർക്കം പാടില്ല. അങ്ങനെ മുന്നറിയിപ്പുകൾ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ 12 കേസുകൾ മാത്രമാണ് നിലവിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലക്ഷണങ്ങൾ മാത്രമാണ്, അതിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് കൂടുകയാണെങ്കിൽ ഇവരെല്ലാം ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റാനുള്ള ഒരുക്കങ്ങളും തയ്യാറായതായി ആരോഗ്യ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെ അപേക്ഷിച്ച് പനിക്കേസുകളും കൂടുന്നു. ഒപ്പം തന്നെയാണ് ആശങ്കയായി കോളറ കേസ് കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. അജീഷ്, ഇതിൽ എന്തുകൊണ്ടാകാം ഇപ്പൊ ഈ ഒരു ഹോമിൽ നിന്നാണല്ലോ ഇത്തരത്തിൽ വാർത്ത വന്നതും അതിൽ 12 പേർ ലക്ഷണങ്ങളോട് ചികിത്സയിൽ ഉണ്ട് എന്ന് പറയുന്നു. മരണമടഞ്ഞ ഒരാൾക്ക് ഇതേ ലക്ഷണമായിരുന്നു. ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരു കേസ്. എന്തുകൊണ്ട് ഈ സ്ഥാപനത്തിൽ ഇങ്ങനെയൊന്നും വന്നിരിക്കുന്നതിൽ പരിശോധനയിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും വ്യക്തമായിട്ടുണ്ടോ?
നിലവിൽ ഈ ഭിന്നശേഷി ഹോസ്റ്റലിനകത്തുള്ള ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്ത് നിന്ന് തന്നെയാകാം ഈ കോളറ പടർന്നിട്ടുള്ളത് എന്ന നിഗമനത്തിൽ തന്നെയാണുള്ളത്. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അതിന് ഇന്ന് സാമ്പിൾ ശേഖരിച്ച ഈ വെള്ളത്തിൻ്റെയൊക്കെ ഫലം ലഭിക്കേണ്ടതുണ്ട്. ആ ഫലം കൂടി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാകും അവിടെ മറ്റു പ്രവർത്തനങ്ങൾ, അടുത്ത ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. എന്തായാലും അവിടെ ഈ പ്രാരംഭ പ്രതിരോധ പ്രവർത്തനങ്ങൾ അവിടുത്തെ താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കഴിഞ്ഞു. ഈ മരിച്ച അനുവിൻ്റെ ആ വീട്ടിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞു. അവിടെ വിതുര താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ പരിസരവും ആ വീടും കിണറും ഒക്കെ ശുചീകരിച്ചത്. അതിൻ്റെ അടുത്തുള്ള വീടുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഇത് എവിടെ നിന്നാണ് ഈ അനുവിൻ്റെ വീടിൻ്റെ ആ പരിസരത്ത് നിന്നാണ്. കാരണം ഈ അനു ജോലി ചെയ്യുന്ന ഈ നെയ്യാറ്റിൻകര അമരവിളയിലെ ഈ ഭിന്നശേഷി ഹോസ്റ്റലും അനുവിൻ്റെ വീടും തമ്മിൽ വളരെ ദൂരം വ്യത്യാസമുണ്ട്. ഏതാണ്ട് 10-30 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഇനി അവിടെ നിന്ന് പടർന്ന് ഇവിടെ എത്തിയതാണോ അതോ ഈ ഹോസ്റ്റലിൽ നിന്ന് തന്നെയാണോ ഈ കോളറ പൊട്ടിപ്പുറപ്പെട്ടത് എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇനി സാമ്പിളുകൾ ശേഖരിച്ച് അതിൻ്റെ ഫലം വന്നാൽ മാത്രമേ അതിനുള്ള ഉത്തരം കിട്ടുകയുള്ളൂ. അതിനുശേഷമായിരിക്കും അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തകർ നടത്തുക. എന്തായാലും മറ്റുള്ളവരുടെ സാമ്പിൾ ശേഖരിച്ച് അതിൻ്റെ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ആ ഫലം കൂടി ഇനി ലഭിക്കേണ്ടതുണ്ട്. അതും വരും ദിവസങ്ങളിൽ നാളെയോ മറ്റന്നാളോ അതും ലഭിക്കും. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അതിൽ ഗുരുതരമായ ആരോഗ്യനിലയുള്ള ആരുമില്ല. പെട്ടെന്ന് തന്നെ ഈ ലക്ഷണങ്ങൾ കണ്ട ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ കോളറ പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. പക്ഷേ അനുവിൻ്റെ സ്ഥിതി അങ്ങനെ ആയിരുന്നില്ല. വഷളായതിനു ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അതുകൊണ്ടാണ് മരണം സംഭവിച്ചത്. അജീഷ്, ഇതിൽ ഈ നിലവിൽ എത്ര പേരാണ് ഈ ഹോസ്റ്റലിലുള്ളത്? ഹോസ്റ്റൽ അധികൃതർ ഇതിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? അവർക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുവെന്ന് പറയുമ്പോൾ കൂടുതൽ അവർക്ക് എന്തെങ്കിലും ഇതേക്കുറിച്ച് പറയാനുണ്ടോ? വെള്ളം അല്ലെങ്കിൽ നൽകുന്ന ഭക്ഷണം അതേക്കുറിച്ചൊക്കെ ഈ അവിടുത്തെ ജീവനക്കാരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പുറത്തു നിന്ന് ഒരു ഭക്ഷണവും ഇവിടെ എത്തിക്കുന്നില്ല. അവിടുത്തെ അന്തേവാസികൾക്കെല്ലാം അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണവും അവിടെ തന്നെയുള്ള പൈപ്പിലെ വെള്ളം ചൂടാക്കിയുമാണ് നൽകുന്നത്. അപ്പോൾ അവർക്കും അത് അത്ഭുതമാണ്. കാരണം ഇതെങ്ങനെ ഈ ഇവിടുത്തെ അന്തേവാസികൾക്ക് ഇത് പടർന്നു വന്നതിൽ പിടിപെട്ടു എന്നതിൽ അവർക്കും അത്ഭുതമാണ്. അതുകൊണ്ടാണ് ആരോഗ്യ പ്രവർത്തകർ അവിടെ എത്തി പരിശോധന നടത്തിയത്. അവിടെ ഏതാണ്ട് 30-ലധികം അന്തേവാസികളാണ് അവിടെ ഉള്ളത്. കൂടുതലും ഭിന്നശേഷിക്കാരായ കുട്ടികളും മുതിർന്നവരുമൊക്കെയാണ് അവിടെ ഉള്ളത്. ഈ പലരും ഈ അവിടുത്തെ ജീവനക്കാർ തന്നെ പലരും ഈ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അവിടെ വന്ന് താമസിച്ച് ആഴ്ചയിലൊരിക്കോ മാസത്തിലൊരിക്കോ വീടുകളിൽ പോയി ജോലി ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. ഈ അനുവും അങ്ങനെ തന്നെയായിരുന്നു. ഒരു മാസത്തിൽ അവധി ഉള്ളപ്പോൾ മാത്രമാണ് തുളിക്കോട്ടുള്ള വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. അനുവിൻ്റെ അമ്മ പറഞ്ഞിരുന്നതും അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ മാസമാണ്, ഈ ജൂൺ മാസത്തിലാണ് അനു അവസാനമായി ആ വീട്ടിൽ വന്നത്. അന്ന് വന്നപ്പോൾ യാതൊരു അസുഖവും ഉണ്ടായിരുന്നില്ല. ഈ സംഭവ ദിവസം രാവിലെയാണ് ഈ വയറിളക്കത്തിൻ്റെ കാര്യം അനു അറിയിച്ചത്. എന്നാൽ മറ്റു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഈ അനുവിൻ്റെ അമ്മ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് രോഗം ഗുരുതരമായതും ഇത്തരത്തിൽ പ്രശ്നം സങ്കീർണമായതും മരണത്തിലേക്ക് എത്തിയതും. എന്തായാലും ഈ പരിശോധന ഫലമാണ് ഏറെ നിർണായകം. അതിൻ്റെ ഫലം അനുസരിച്ചായിരിക്കും ഈ അടുത്ത ഘട്ട പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുക. എന്തായാലും മറ്റ് ജില്ലയിലെ മറ്റു സ്ഥലങ്ങളിലൊന്നും ഈ കോളറയുടെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ആർക്കും തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഈ കോളറ ലക്ഷണങ്ങൾ കണ്ടു വരികയാണെങ്കിൽ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ അതിനടുത്തുള്ള ഈ കിടത്തി ചികിത്സാ സൗകര്യമുള്ള സർക്കാർ ആശുപത്രികളിലോ സ്വകാര്യ ആശുപത്രികളിലോ ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ സ്വകാര്യ, അതായത് സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജുകളിലും മറ്റും ആളുകൾ പോകുന്നത് പരമാവധി കുറയ്ക്കാനും അറിയിച്ചിട്ടുണ്ട്. അതായത് രോഗങ്ങളില്ലാത്തവർ പോകുന്നത് കുറയ്ക്കുക, അഥവാ പോയി കഴിഞ്ഞാൽ മാസ്കും മറ്റും ധരിക്കുന്നത് നിർബന്ധമാക്കണമെന്ന് കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി അതിനുശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് കോളറ സ്ഥിരീകരിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിലും പുതിയ വാർത്താക്കുറിപ്പ് ആരോഗ്യവകുപ്പ് ഇറക്കിയിട്ടുണ്ട്. അതിലും പറയുന്നത് ഈ വ്യക്തി ശുചിത്വം പാലിക്കുക, പരിസര ശുചിത്വം പാലിക്കുക, വീടുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുക, പുറത്തുനിന്ന് ഈ മാലിന്യം കലർന്നു എന്ന് തോന്നുന്ന സ്ഥലത്തെ ഭക്ഷണവും വെള്ളവും മറ്റും കഴിക്കാതിരിക്കുക, വീടുകളിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക തുടങ്ങിയ മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശവുമാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അജീഷ്, ഒരല്പസമയം കൂടി തുടരണം. ഞാൻ എബിൻ ജോസിലേക്ക് കൂടി പോകുന്നു. എറണാകുളത്ത് ഇപ്പോൾ ഡെങ്കിപ്പനി എന്നുള്ളത് വ്യാപിക്കുകയാണ്. അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി അതുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ വരുന്നത് സംസ്ഥാനത്ത് 54% പേരും ഡെങ്കിപ്പനി ബാധിതരിൽ 54% പേരും എറണാകുളത്ത് ഉള്ളവരാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളുമായാണ് എബിൻ ജോസ് ചേരുന്നത്. എബിൻ, ഇപ്പോൾ എറണാകുളത്ത് ശനിയാഴ്ച മാത്രം 86 കേസുകൾ, ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ്. സംസ്ഥാനത്ത് നിലവിൽ 54% കേസുകളും എറണാകുളത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ മുന്നറിയിപ്പൊക്കെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ നമ്മൾ കണ്ടതാണ്. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു.
ഇതിപ്പോൾ ഒരു വ്യാപകമാകുന്ന രീതിയിലേക്ക് ആശങ്ക പടർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? അനുജ, ആ രീതിയിൽ വേണം നമുക്ക് കണക്കാക്കാൻ. കാരണം കണക്കുകൾ ആ രീതിയിൽ തന്നെയാണ്. സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്നതിൽ പകുതിയിലധികം എറണാകുളത്താണ്. പ്രത്യേകിച്ച് എറണാകുളം കോർപ്പറേഷന്റെയും അതുപോലെ തന്നെ സമീപ നഗരസഭകളിലുമാണ്. കളമശ്ശേരി നഗരസഭകളിൽ ഇതിന്റെ എണ്ണം വളരെ വലുതാണ്, രോഗികളുടെ എണ്ണം വളരെ വലുതാണ്. ആ രീതിയിൽ സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുന്ന 54% എറണാകുളം ജില്ലയിലാണ് എന്ന് പറയുമ്പോൾ അത് ആശങ്ക ഉളവാക്കുന്ന ഒരു റിപ്പോർട്ടാണ്. കഴിഞ്ഞ ജൂൺ മാസം പകുതിയോടുകൂടി ഈ നിരക്ക് ഉയർന്നു വരുന്നിരുന്നു. ഒരാഴ്ചയിൽ സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം 100 മുകളിലേക്ക് എത്തുന്ന സാഹചര്യമൊക്കെ പലപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ ജൂലൈ മാസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിന്റെ കണക്ക് ഉയരുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ ശനിയാഴ്ചത്തെ കണക്ക് എടുത്ത് പരിശോധിച്ചാൽ 86 കേസുകൾ ഒറ്റ ദിവസം ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്ന ഉണ്ടായി. കളമശ്ശേരി നഗരസഭയിലാണെങ്കിൽ 21-ലധികം പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്ന ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ജില്ലയിലെ കണക്കെടുക്കുമ്പോൾ വൈറൽ പനിയുടെ കണക്ക് വളരെ വലുതാണ്. 1000-ലധികം ആളുകൾക്ക് ഒരാഴ്ചയിൽ ഈ വൈറൽ പനി സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. ആ രീതിയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് എറണാകുളം കോർപ്പറേഷനും അതുപോലെ തന്നെ കളമശ്ശേരി നഗരസഭ, തൃക്കാക്കര നഗരസഭ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെയാണ് ഈ രീതിയിൽ ഈ ഡെങ്കിപ്പനിയും വൈറൽ പനിയും വ്യാപിക്കുന്നത്. ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും പ്രതിരോധ നടപടികൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതിരോധ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും അത് എത്രത്തോളം പ്രാവർത്തികമാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഫോഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ജില്ലാ ആരോഗ്യ വിഭാഗം പറയുന്നത്. പക്ഷേ ജില്ലയിലെ പ്രധാനമായും കളമശ്ശേരി മെഡിക്കൽ കോളേജിലും ജില്ലയിൽ ജനറൽ ആശുപത്രിയിലുമൊക്കെ പനിബാധിതരുടെ എണ്ണം വളരെ കൂടുതലാണ്. നിരന്തരം എത്തുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോസ്റ്റലുകളും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളും, കൂടുതലായ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ വൈറൽ പനി ഉണ്ടാകുന്നത്. ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വൈറൽ പനി സ്ഥിരീകരിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഈ പ്രതിരോധ നടപടികളും എടുക്കുന്നുണ്ട്. ഫോഗിംഗ് ഉൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ പനിക്കണക്കുകളുടെ എണ്ണത്തിൽ ജില്ലയിൽ കുറവ് വരുന്നില്ല എന്നുള്ളതാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. അത് പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇത് എന്തുകൊണ്ടാകാം ഈ മേഖലയിൽ, അതായത് കളമശ്ശേരി ആ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നതിലേക്ക് ആരോഗ്യവകുപ്പ് പരിശോധനകൾ നടത്തിയോ? ആരോഗ്യവകുപ്പിന്റെ പരിശോധനകൾ നടത്തുന്നുണ്ട്. പ്രധാനമായും ഈ കൊതുകുകൾ ആണ് ഈ ഡെങ്കിപ്പനി പകർത്തുന്നതെന്നുള്ളത് വ്യക്തമായുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കൊതുക് നശീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഫോഗിംഗ് ഉൾപ്പെടെയുള്ളത് നടത്തുന്നത്. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകുന്നുണ്ട്, പൂർണ്ണമായും അത് പ്രാവർത്തികമാകുന്നുണ്ടെന്നതാണ് കണ്ടറിയേണ്ടത്. കാരണം ഈ പനിക്കണക്കുകൾ, ഡെങ്കിപ്പനി വ്യാപിക്കുന്ന കണക്കുകൾ വരുമ്പോൾ അത് കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതിന്റെ സൂചനയാണ് വരുന്നത്. പക്ഷേ അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആരോഗ്യ വിഭാഗവും അതിനുള്ള മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാം അവർ പറയുന്നത് അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എല്ലാം നടക്കുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ള വിലയിരുത്തുന്നുണ്ട്. അതിന്റെ വിലയിരുത്തൽ യോഗങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഓരോ ദിവസത്തെ കണക്കുകൾ വളരെ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഡെങ്കിപ്പനിയുടെ കാര്യത്തിൽ 86-ലധികം പേർക്കൊക്കെ ഒരു ദിവസം ഡെങ്കിപ്പനി ഈ കളമശ്ശേരി അതുപോലെ തന്നെ തൃക്കാക്കര നഗരസഭകൾ ആ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടാവുമ്പോൾ അത് വളരെ വലുതാണ്. ജില്ലയിൽ വൈറൽ പനി ബാധിതരുടെ എണ്ണം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങൾ വഴി അവിടെയൊക്കെയാണ് കൂടുതലായി രോഗികൾ എത്തുന്നത്. മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ ജനറൽ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രികളിലുമാണ് കൂടുതൽ രോഗികൾ ഈ വൈറൽ പനി മൂലം എത്തുന്നത്. അത് ഓരോ ദിവസവും കൂടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ആഴ്ചത്തെ കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടി ഈ നിരക്ക് വളരെയധികം വന്നിരുന്നു. ഈ ആഴ്ചയൊക്കെ അത് വളരെ കൂടുതലായി എത്തുന്നുണ്ട്. അതാണ് ഇപ്പോൾ എറണാകുളത്ത് ഡെങ്കിപ്പനി എന്നുള്ളതാണ് വ്യാപിക്കുന്നത്. കൂടാതെ എലിപ്പനി കേസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരത്തിലേക്കൊരു ആശങ്ക അത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ ഡെങ്കിപ്പനിയുടെ ആശങ്കയുള്ളതാണ്. ഞാൻ ഒരിക്കൽ കൂടി അജീഷിലേക്ക് പോവുകയാണ്. അജീഷ്, ഇപ്പോൾ അല്പസമയം മുൻപ് ആരോഗ്യമന്ത്രിയുടെ ഒരു വാർത്താക്കുറിപ്പുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഈ നെയ്യാറ്റിൻകരയിലെ ഹോമിലെ അവിടെ നിന്ന് പോയിട്ടുള്ള ചിലർ അവരുടെ വസതികളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ വസതിയിലുള്ള ആളുകൾക്ക്, വീട്ടിലുള്ള ആളുകൾക്ക് ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കും. അങ്ങനെ വേണ്ടതുണ്ടെങ്കിൽ അവർക്ക് ചികിത്സ ഉറപ്പാക്കും എന്ന് പറയുന്നു. കൂടാതെ സ്ഥാപനത്തിൻ്റെ സ്കൂളിൽ ഉള്ള ചില കുട്ടികൾക്ക് ലക്ഷണങ്ങളുണ്ട്, അതുകൊണ്ട് അവർക്ക് വിദഗ്ധ പരിചരണം ഉറപ്പാക്കിയിട്ടുണ്ട്. സ്കൂളിൽ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കണക്കെല്ലാം കൂട്ടിയാണോ 12 പേരുടെ കണക്ക് വന്നത് ലക്ഷണങ്ങളോടെ ചികിത്സയിൽ എന്നത്?
അനുജ, എന്തായാലും നേരത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇതിൽ ഇപ്പോൾ നിലവിൽ 12 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ കുട്ടികളടക്കമുള്ളവരാണ് അതിലുള്ളത്. ഇവർക്കാണ് ഇപ്പോൾ ഇവരാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. ഇതിൽ പല അന്തേവാസികളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരെല്ലാവരും ഈ ഈ ഈ ഹോസ്റ്റലിൽ വന്ന ശേഷം തിരികെ സ്വന്തം വീടുകളിലേക്കും മറ്റും ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ വീടുകളിൽ മറ്റും അവരുടെ കുടുംബാംഗങ്ങളുടെ മറ്റും പരിശോധന നടത്തേണ്ടത്, അവർക്ക് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധന നടത്തണം എന്നാണ് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിലാണെങ്കിൽ അവിടുത്തെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയുടെ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മരിച്ച അനുവിന്റെ ആ പ്രദേശത്ത് തൊളിക്കോട് പ്രദേശമാണ്. അവിടെ വിതുര താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് അവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇവർ എവിടെയൊക്കെ പോയി ഇവർ സമ്പർക്കം പുലർത്തിയിരുന്ന ആളുകൾ ഇവരുടെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ലക്ഷണം കാണുകയാണെങ്കിൽ തൊട്ടടുത്ത സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലോ താലൂക്ക് ആശുപത്രിയിലോ എത്തി അതിനുള്ള അടുത്ത ഘട്ട ചികിത്സ സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശമുള്ളത്. എന്തായാലും മറ്റ് കേസുകളൊന്നും മറ്റ് ലക്ഷണങ്ങളൊന്നും ഇതുവരെയ്ക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ ഇവിടെ അകത്തുള്ള അന്തേവാസികൾക്ക് ഇവിടെ താമസിക്കുന്നവർക്കും ഇവിടെ ജോലി ചെയ്യുന്നവർക്കും മാത്രമാണ് ഇവിടെ നിലവിൽ ഇപ്പോൾ ലക്ഷണങ്ങളുള്ളത്. ബാക്കിയുള്ളവർക്ക് ആർക്കും ഇപ്പോൾ അതിന് ലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള എല്ലാ നടപടികളും ആരോഗ്യവകുപ്പ് നിലവിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം. നമുക്കൊപ്പം ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ NM അരുൺ തത്സമയം ചേരുന്നുണ്ട്. ഡോക്ടർ അരുൺ, സ്വാഗതം ചർച്ചയിലേക്ക്. ഇപ്പോൾ ഈ കോളറ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ വൃത്തിഹീനമായ ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം അതിലൂടെയൊക്കെ പകരുന്നതാണ് എന്നതാണ്. അപ്പോൾ ഇത് വീണ്ടും ഈ തരത്തിലേക്ക് ഒരു വ്യാപകമാകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? 6 മാസത്തിനിടെ 9 പേർക്ക് നമ്മുടെ സംസ്ഥാനത്ത് കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മരണം ഉണ്ടായിട്ടുള്ളത് ഇതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല, പക്ഷേ ലക്ഷണങ്ങളൊക്കെ അതിൻ്റേതാണ് എന്ന് പറയുന്നു. എന്നാൽ അതിലൊരു പക്ഷേ സംശയത്തിന് ബലം നൽകുന്നത് ഇതേ സ്ഥാപനത്തിൽ തന്നെയുള്ള ഒരാൾക്ക് ഇതിനോടകം കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നതാണ്. കൂടുതൽ 12 പേർ ലക്ഷണങ്ങളോട് ചികിത്സയിലുമുണ്ട്. അപ്പോൾ ഇത് 2017 മറ്റോ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സംസ്ഥാനത്ത് അവസാനമായി കോളറ മൂലം ഒരു മരണം ഉണ്ടായത്. അപ്പോൾ കോളറ പോലെയൊക്കെയുള്ള ഒരു മഹാമാരി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇതൊരു കുറച്ച് വലിയൊരു കണക്ക് പോലെയാണ് എനിക്ക് കേൾക്കുമ്പോൾ തോന്നുന്നത്. അതങ്ങനെയാണോ ഡോക്ടർ അരുൺ? അതെ, തികച്ചും നിരാശാജനകവും ആശങ്കാജനകവുമാണ്. കേരളം നമ്മൾ ശുചിത്വത്തെ കുറിച്ചും വ്യക്തി ശുചിത്വവും നമ്മുടെ സെപ്റ്റിക് ടാങ്കുകളും ടോയ്ലറ്റുകളുടെയൊക്കെ മേന്മയെ കുറിച്ചൊക്കെ ധാരാളം മേനി പറയുന്ന ഒരു രാജ്യമാണ്, സംസ്ഥാനമാണ്. അപ്പൊ അവിടെ ഇങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജലത്തിന്റെ ക്വാളിറ്റി, വാട്ടർ ക്വാളിറ്റി കുറച്ചലമായിട്ട് വളരെ മോശമായിട്ടെന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ കിണറുകളിലായാലും പുഴകളിലായാലും അതുപോലെ ഇവൻ വാട്ടർ സപ്ലൈ, ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാട്ടർ സപ്ലൈയുടെ ക്വാളിറ്റി ആയാലും വാട്ടർ ക്വാളിറ്റി മോശമാവുന്നതുകൊണ്ടാണ്, വാട്ടറിൽ കണ്ടാമിനേഷൻ വരുന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള ജലജന്യ രോഗങ്ങൾ പടരുന്നത്. നമുക്കറിയാം, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ഇതുപോലെ തന്നെയാണ് പകരുന്നത്. അത് കാര്യമായിട്ട് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തില്. അതിപ്പോൾ ഇതാ കോളറ. അത് നമ്മുടെ വെള്ളത്തിൽ ഈ രോഗാണു കലർന്ന മലത്തിന്റെ അംശം വെള്ളത്തിലേക്ക് വരുമ്പോഴാണ് സാധാരണ സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെയുള്ള സ്കൂളുകളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ തന്നെ ഒരാള് ടോയ്ലറ്റ് പോയിട്ട് കൈ ശരിക്കും വൃത്തിയാകാത്ത ആളുകളാണെങ്കിൽ വൃത്തിയാക്കാതെ വേറൊരാളെ തൊട്ടാലൊക്കെ അയാൾക്കും വരാം. പക്ഷെ കൂടുതലും ജലം വഴി തന്നെയാണ് വരുന്നത്. ശുചിത്വമില്ലാത്ത ജലം. അതുപോലെ തന്നെ അത് നമ്മൾ ഈ നെയ്യാറ്റിൻകരയുള്ള അവിടെ പോയി അന്വേഷിച്ചാൽ അധികം അവരുടെ സെപ്റ്റിക് ടാങ്ക് ലീക്ക് ഉണ്ടാവും. ഏതെങ്കിലും ഒരാൾക്ക് എവിടെന്നെങ്കിലും ഒരു അസുഖം കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടുത്തെ കിണറ്റിലേക്ക് പോയിട്ടുണ്ടാവും. ആ കിണറ്റിലെ വെള്ളം ശരിക്കും പ്യൂരിഫൈ ചെയ്യാതെ കുടിക്കുന്നുണ്ടാവും. അങ്ങനെയാണ് ഇത് ഒരുപാട് പേർക്ക് ഒരുമിച്ച് വരുന്നത്. അപ്പോൾ നമ്മുടെ ആ വെള്ളത്തിന്റെ ക്വാളിറ്റി വളരെ മോശമാണ്. നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ആണെങ്കിലും നമ്മുടെ എല്ലാ ശുചിത്വ മെഷേഴ്സ് എല്ലാം നമ്മൾ കുറച്ചുകൂടി കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു അസുഖം മാത്രമല്ല, ഇപ്പൊ കോളറ വരാം, ടൈഫോയിഡ് വരാം. നമുക്കിപ്പോ പാലക്കാട് ഒരു കഴിഞ്ഞ വർഷം കുറെ കാലത്തിന് ശേഷം ഒരു 15-20 വർഷത്തിന് ശേഷമാണ് ഏറ്റവും അധികം ടൈഫോയിഡ് പാലക്കാട് കണ്ടത് കഴിഞ്ഞ വർഷം 2023. അപ്പൊ ഇതും ഇതുപോലെ തന്നെ വരുന്നതാണ്. അപ്പൊ വേറെ ചില കാരണങ്ങൾ കൂടി ഉണ്ടാവും. പ്രത്യേകിച്ച് നമുക്ക് കുറെ കാലമായിട്ട് ഈ അസുഖം ഇവിടെ വരാത്തത് കൊണ്ട് നമ്മുടെ സസെപ്റ്റിബിൾ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ പറയുമ്പോൾ സസെപ്റ്റിബിൾ പോപ്പുലേഷൻ കൂടുതലാണ്. ഈ രോഗാണുവായിട്ട് നമ്മുടെ ശരീരത്തിന് പരിചയമില്ലാത്ത ഒരു തലമുറയാണ് വരുന്നത്. നമ്മളുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി വളരെ മോശമായി പോയിട്ടുണ്ട്. ഒരു പക്ഷേ പലപ്പോഴും നമ്മുടെ ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിലൊക്കെ ഒരുപാട് പാകപ്പിഴകൾ ഉള്ളത് കൊണ്ട് ഈ ഡ്രെയിനിൽ നിന്ന് മറ്റേ ഫീക്കൽ ഡ്രെയിൻ ആണെങ്കിലും മറ്റു ഡ്രെയിൻ ആണെങ്കിലും വെള്ളത്തിലേക്ക് കലരുന്നുണ്ട്. ആ വെള്ളം ശുചിയായിട്ട് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ഫിൽട്രേഷൻ അല്ലെങ്കിൽ നമ്മൾ തിളപ്പിച്ച് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യുന്ന ഫിൽട്രേഷൻ കറക്റ്റ് ആവുന്നില്ല, ക്ലോറിനേഷൻ കറക്റ്റ് ആവുന്നില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങൾ കാരണമായിരിക്കണം ഇങ്ങനെ ജലജന്യ രോഗങ്ങൾ കാര്യമായിട്ട് പടർന്നു പിടിക്കുന്നത്. ഇനി അത് പടർന്നു പിടിച്ചാൽ ഒരു മരണം ഉണ്ടാവുന്നത് പറയുന്നത് വളരെ
മോശപ്പെട്ട കാര്യങ്ങൾ. ഒരു ആരോഗ്യരക്ഷാ സംവിധാനത്തിനെ കുറിച്ച് നോക്കുമ്പോൾ മോശപ്പെട്ട കാര്യമാണ് വെച്ചാൽ IV ഫ്ലൂയിഡ്സ് ഡ്രിപ്പ് കൊടുത്താൽ ഭേദമാവുന്നതാണ് സത്യം പറഞ്ഞാൽ കോളറ. അപ്പൊ അത് പെട്ടെന്ന് തന്നെ ആള് നിർജ്ജലീകരണം കാര്യമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഡ്രിപ്പ് കൊടുക്കാൻ സാധിക്കും. ഡ്രിപ്പ് നമുക്ക് ഏത് ആശുപത്രിയിൽ നിന്ന് കൊടുക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ ഒരു IV ഫ്ലൂയിഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മരണം തടയാൻ സാധിക്കേണ്ടതാണ്. പക്ഷെ ഒരു മരണം കൂടി ഉണ്ടായി എന്ന് പറയുന്നത് വളരെ മോശം തന്നെയാണ്. മരണം എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അത് സ്ഥിരീകരിക്കാൻ ഇനി എനിക്ക് തോന്നുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നാലേ അത് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷെ ഇദ്ദേഹത്തിന് വയറിളക്കമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അതേ ഇടത്ത് ഉള്ളവർക്കാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ള ഒരാൾക്ക്, കൂടാതെ ലക്ഷണങ്ങളുള്ള 12 പേർ ചികിത്സയിലും കഴിയുന്നുണ്ട് എന്നതാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ, ഇപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഇതെന്താണ് എന്നതൊന്നും തിരിച്ചറിയാൻ പോലും, അല്ലെങ്കിൽ നമ്മൾ അത്രയധികം ഒരു ശ്രദ്ധ കൊടുക്കാത്ത തരത്തിലേക്കാകാം ഇത് വയറിളക്കം, ഛർദി എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ പെട്ടെന്നത് കോളറ എന്നതിലേക്ക് നമ്മൾ ആ ഒരു തരത്തിലേക്ക് നമ്മൾ ചിന്ത പോകില്ല എന്ന് തോന്നുന്നു അല്ലേ? അതെ, ശരിക്കും നമ്മൾ അധികം കേസുകൾ കാണാത്തതുകൊണ്ട് അങ്ങനെ പോകുന്നില്ല. പക്ഷെ പ്രത്യേകിച്ച് നമ്മൾ അതിനെ പറയുന്ന വയറ്റിന്ന് വളരെ വളരെ ഏറ്റവും അധികം ലൂസ് മോഷൻ ഉണ്ടാവുന്നത് കോളറയിലാണ്. ഒരു മണിക്കൂറില് 1 ലിറ്ററൊക്കെ പോവുക എന്നാണ് പറയുന്നത്. വലിയ ആളുകളിൽ, കുട്ടികളിലാണെങ്കിൽ ഒരു അര ലിറ്ററൊക്കെ പോവുക. 1 മണിക്കൂറിൽ 1 ലിറ്ററൊക്കെ പോവാന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തില് പെട്ടെന്ന് നിർജ്ജലീകരണം ഉണ്ടാവുക. യൂഷ്വലി റൈസ് വാട്ടർ സ്റ്റൂൾ എന്ന് പറയും, കഞ്ഞിവെള്ളം പോലെയുള്ള മലം പോവുകയാണ്. അപ്പൊ കഞ്ഞിവെള്ളം പോലെ വെളുത്തിട്ട് നമ്മുടെ യൂഷ്വൽ മരത്തിന്റെ കളർ ഇല്ലാതെ കഞ്ഞിവെള്ളം പോലെയുള്ള ഒരു പെയിൽ വൈറ്റ് ആയിട്ടുള്ള സ്റ്റൂള് പോവുകയാണെങ്കിൽ കൊളറയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ എത്ര പോകുന്നുണ്ട്, കുറച്ചധികം പോകുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഏതെങ്കിലും ആശുപത്രിയിൽ പോയിട്ട് കൊളറയാണെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത്രയധികം പോകുന്നുണ്ട്, എത്രയും പെട്ടെന്ന് IV ഫ്ലൂയിഡ്സ് കയറ്റണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി IV ഫ്ലൂയിഡ്സ് കയറ്റിയാൽ ഇത് രക്ഷപ്പെടുത്താവുന്നേ ഉള്ളൂ. അല്ലാതെ മറ്റു ചികിത്സകൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല. ശരിയാണ്, ORS കൊടുക്കാം, ചെറുതായിട്ടൊക്കെ പോകുന്നുള്ളവർക്ക് ORS കൊടുക്കാം. ഈ ORSന്റെ കാര്യമൊക്കെ നമ്മൾ പറയുന്നത് നമുക്ക് തീരെ സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ORSന് പ്രാധാന്യമുണ്ട്. പക്ഷെ കേരളം പോലെ ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു മുക്കും മൂലയിലും ആശുപത്രികളും ക്ലിനിക്കുകളും IV ഫ്ലൂയിഡ്സ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ധാരാളമുള്ള ഒരു സ്ഥലത്ത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള വയറിളക്കം വരുമ്പോൾ ആ നിർജ്ജലീകരണം തടയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ 2 മണിക്കൂർ കാത്തിരിക്കുന്നല്ല വേണ്ടത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വയറിളക്കമാണ് പ്രശ്നം, ഡ്യൂട്ടിയിലെ ഡോക്ടറെ കണ്ടിട്ട്, അല്ലെങ്കിൽ ഇവൻ ഡോക്ടറിനെ കാണുന്ന നഴ്സിനെ കണ്ടിട്ട് IV ഫ്ലൂയിഡ്സ് കയറ്റി കഴിഞ്ഞാൽ തന്നെ റിംഗർ ലാക്ടേറ്റ് ഫ്ലൂയിഡ് നമ്മൾ കയറ്റുക. അത് കയറ്റി കഴിഞ്ഞാൽ തന്നെ 3-4 ബോട്ടിൽ കയറ്റുമ്പോൾ തന്നെ നമുക്ക് ആ പേഷ്യന്റിനെ രക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് വളരെ 50% മരണനിരക്ക് പറയുമെങ്കിലും അത് തടയാവുന്ന ഒരു മരണമാണ് ഞാൻ പറയുന്നത്. അത് ഇത്രയധികം വെള്ളം ഈ ലൂസ് മോഷൻ പോകുന്നുണ്ട് എന്നൊരു മനസ്സിലാക്കൽ മാത്രം മതി. അല്ലാതെ രോഗാണുവിനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇനിയിപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ ആ ഏരിയയിൽ എന്ത് വയറിളക്കം ഉണ്ടായാലും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഫ്ലൂയിഡ്സ് കയറ്റുക, ചില കോളറ ആവാം എന്നുള്ള ഒരു ഭയം കൊണ്ട്. ഇനി അവിടെ മാത്രമല്ല, എവിടെയാണെങ്കിലും വയറിളക്കം കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതെ, അതിൽ തന്നെ ഇപ്പൊ ഞാൻ വായിച്ചത് അത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ തീർച്ചയായും തിരുത്തണം. പെട്ടെന്നുള്ള കഠിനമായ വയറുവേദന ഇല്ലാത്തത്, അതാണ് പെട്ടെന്നുള്ള കഠിനമായതും വയറുവേദന ഇല്ലാത്തതും വെള്ളം പോലെയുള്ള, അതായത് താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ പലപ്പോഴും കഞ്ഞിവെള്ളം പോലെയുള്ള വയറിളക്കം, ഇതാണ് രോഗലക്ഷണം എന്ന് പറയുന്നത്. അതായത് വയറുവേദന ഇല്ല. അതെ, ഇതിന് വയറിളക്കം മാത്രമേ തന്നെ ഉണ്ടാവുള്ളൂ. കാര്യമായിട്ട് വേറെ ഒന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ടാപ്പ് തുറന്നു വിട്ട മാതിരി പോവാന്നാണ് പറയാ. വേറെ വലിയ സിംറ്റംസ് ഉണ്ടാവും. ചിലർക്ക് വയറുവേദന ഛർദിയൊക്കെ ഉണ്ടാവാം, പനി ഉണ്ടാവാം, പക്ഷെ അതൊന്നും അത്ര കാര്യമായിട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ സംഭവം. അപ്പൊ അത് വളരെ പെട്ടെന്ന് തന്നെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്യൂറുമാണ്. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ നമ്മള് എത്രയും നമുക്ക് എനിക്കൊന്ന് കേരളത്തിലെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ എന്തുകൊണ്ട് പ്രത്യേകിച്ച് ഈ മറ്റേ മെന്റലി എനിക്കൊന്ന് എങ്ങനത്തെ സ്കൂളുകളാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആ രോഗി കൃത്യമായിട്ട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു രോഗിയാണെങ്കിലാണ് ഇതൊക്കെ പ്രശ്നങ്ങൾ വരിക. ഇത്രയധികം പോകുന്നുണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സംഭവിച്ചത്. അപ്പൊ നമ്മൾ ഇത്രയധികം പോകുന്നുണ്ടെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ നിർജ്ജലീകരണം തടയാൻ സാധിക്കും. ആദ്യം ORS കൊടുക്കാം. കാര്യമായ ഛർദി ഇതിനുണ്ടാവില്ല, അതുകൊണ്ട് ORS കൊടുക്കാം. ORS കൊടുത്തുകൊണ്ടിരിക്കുക. ORS വേണമെന്നില്ല, കഞ്ഞിവെള്ളം കൊടുത്താൽ മതി, വീട്ടിലുള്ള കഞ്ഞിവെള്ളം കൊടുത്താൽ മതി. പക്ഷെ അത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിയിട്ട് ഫ്ലൂയിഡും കയറ്റി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. പക്ഷെ ഇത് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ഓരോ അസുഖത്തിനും, ഇപ്പൊ ടൈഫോയിഡ്, കോളറ, ഹെപ്പറ്റൈറ്റിസ്, എല്ലാ അസുഖത്തിനും വാക്സിൻ എടുക്കുക, ആ രീതിയിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ ജലത്തിന്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യുക. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയവർക്കറിയാം, അവിടെ ടാപ്പ് വെള്ളം കുടിക്കുന്ന ആളുകളാണ് അവർ. അവരുടെ ജലത്തിന്റെ, വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ അവരുടെ ജലത്തിന്റെ ക്വാളിറ്റി അവർക്ക് അത്രയും വിശ്വാസമുണ്ട്. നമുക്ക് ടാപ്പ് വെള്ളം കുടിക്കുന്ന കാര്യം മാത്രമല്ല, ഫിൽറ്റർ ചെയ്ത വെള്ളം പോലും കുടിക്കാൻ, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാനുള്ള മടിയുള്ള ഒരു ആളുകളാണ് നമ്മൾ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്രയധികം നമ്മുടെ ജലത്തിന്റെ ക്വാളിറ്റി വളരെ മോശമാണ്. ജലത്തിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സർക്കാർ പ്രയത്നിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കോളറ മാത്രമല്ല, ഒരുവിധം എല്ലാ ജലജന്യ രോഗങ്ങളെയും നമുക്ക് തടയാൻ സാധിക്കും.
അതെ, ഇപ്പോൾ ഇതിൽ ഈ മരണമടഞ്ഞ കുട്ടിയുടെ മാതാവ് പറയുന്നത് മകന് ഒരു അസുഖവും ഉണ്ടായിരുന്നില്ല എന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് വയറിളക്കം ഉണ്ടായിരുന്നു എന്ന തരത്തിലേക്ക് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ ഛർദി കൂടി അതിനൊപ്പം ഉണ്ടെങ്കിലും അത് അത്രയധികം മറ്റ് ഭക്ഷ്യ വിഷബാധയാകാം എന്നൊരു തരത്തിലേക്കൊക്കെ നമ്മൾ നിഗമനത്തിലേക്ക് എത്തും. ഇവിടെയും അത് തുടക്കത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നെയ്യാറ്റിൻകരയിലും. അല്ല, എന്തു തന്നെ ആയാലും നമുക്ക് ഇതിന്റെ കാരണത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ആളുടെ ഡീഹൈഡ്രേഷൻ സ്റ്റാറ്റസ്, ഹൈഡ്രേഷൻ സ്റ്റാറ്റസ്, ആളുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടെങ്കിൽ അത് അത് ട്രീറ്റ് ചെയ്യാം. അത് ഏത് അസുഖമാണെങ്കിലും അത് ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് എത്രത്തോളം ട്രീറ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല, അത് എന്തുകൊണ്ട് മരണം സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസിൽ പോകുന്നില്ല. പക്ഷെ സാധാരണ നിലയിൽ ഇപ്പൊ കോളറ ആണെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കാൻ നിൽക്കൊന്നും വേണ്ട. അത് കണ്ടുപിടിക്കുന്നതൊക്കെ പിന്നെ നമ്മൾക്ക് ആ പകർച്ചവ്യാധിയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെന്ന് കണ്ടുപിടിച്ച് എങ്ങനെ വന്നു ഇനി തടയാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷെ ചികിത്സയിൽ അതിന്റെ ട്രീറ്റ്മെന്റിൽ ഈ ടെസ്റ്റിന്റെ ആ പ്രാധാന്യം ഇല്ല. ചികിത്സയിൽ നമുക്ക് വയറിളക്കമാണ്, ഓക്കെ, അത് നിർജ്ജലീകരണം തടയാൻ വേണ്ടിയിട്ടുള്ള ചികിത്സ എത്രയും പെട്ടെന്ന് ചെയ്യാം. കോളറ ആ ഭാഗത്തുണ്ടെങ്കിൽ കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാം. അതാണ് നമുക്ക് ചെയ്യാനുള്ളൂ. ഈ മരണം എങ്ങനെ സംഭവിച്ചതിനെ കുറിച്ച് പഠിക്കണം. ചിലപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഒരു പ്രശ്നം എത്രത്തോളം പുറത്തേക്ക് പറയാതിരുന്നുകൊണ്ടായിരിക്കും, എത്രത്തോളം പോകുന്നുണ്ടെന്ന് അറിയാതിരുന്നുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു മരണം സംഭവിച്ചത് എനിക്ക് തോന്നുന്നു. ചെറുപ്പമുള്ള ഒരാളാണ് മരിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരാൾ മരിക്കുമ്പോൾ കോളറ കൊണ്ടുള്ള മരണമാണെങ്കിൽ ഒരുപാട് അധികം വയറിളക്കം ഉണ്ടായിട്ടുണ്ടാവണം, ലിറ്റർ കണക്കിന് പോയിട്ടുണ്ടാവണം എന്നാണ് എനിക്ക് എന്റെ ഒരു അനുമാനം. അതെങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എനിക്കറിയില്ല. അതെ, ഇപ്പോൾ ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ ഇത് നിർജ്ജലീകരണം എന്നുള്ളത് തന്നെയാണ് രോഗം ഏറ്റവും കൂടുതൽ ഗുരുതരമാകുന്നതിന് കാരണം, ഒരുപക്ഷെ മരണത്തിലേക്ക് നയിക്കാൻ കാരണം. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റേതൊരു വയറിളക്ക രോഗത്തിനും നമ്മൾ ചെയ്യുന്നത് പോലെ അതിനുള്ള ചികിത്സ, അതിനപ്പുറത്തേക്ക് ഇതൊന്നും ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് ആരംഭം മുതൽ തന്നെ അതിന് ശ്രദ്ധ വച്ചുകൊണ്ട് അതിന് കൃത്യമായി നമ്മൾ ചികിത്സ നൽകുക എന്നുള്ളത് തന്നെയാണ് താങ്കൾ പറഞ്ഞത്. തിരികെ ന്യൂസ് ഈവനിങ്ങിലേക്ക്. ഡോക്ടർ അരുൺ, ഇപ്പോൾ എനിക്ക് അറിയാനുള്ള ഒരു സംശയമുള്ളത്, കോളറ എന്നുള്ളത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതാണോ? അതെ, അതായത് മലം വഴിയാണ് പകരുന്നത്. ഈ വളരെയധികം മലം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ തുണിയിലുണ്ടാവും, അയാളുടെ കൈകാലിലുണ്ടാവും, അയാളെ നോക്കുന്ന ആളുകളുടെ കയ്യിൽ അത് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ കൈ കഴുകാതെ ആ കയ്യിലെ സ്രവങ്ങൾ നമ്മുടെ വായിലെത്തിക്കഴിഞ്ഞാൽ ആ വഴി വരും. അപ്പൊ അതുകൊണ്ട് കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് വരാൻ ആ രീതിയിൽ പേഴ്സൺ ടു പേഴ്സൺ വേണേൽ ട്രാൻസ്മിഷൻ വരാം. പക്ഷെ നല്ല പേഴ്സണൽ ശുചിത്വം, നമ്മൾ മറ്റേ വ്യക്തി ശുചിത്വം നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ കൈയെ വായിലേക്ക് പോകുന്നതിന് മുമ്പ് വൃത്തിയായിട്ട് സോപ്പ് ഇട്ടിട്ട് കഴുകുക, സാനിറ്റൈസർ ഇട്ട് കഴുകുക ചെയ്യുകയാണെങ്കിൽ അത് വരേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ആ ആളുടെ തുണിയും മറ്റൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, വാഷ് ചെയ്യുന്ന ആളുകൾ, അവരെ വ്യക്തി ശുചിത്വം കാര്യമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ ശ്വാസം വഴി സ്പ്രെഡ് ചെയ്യുന്ന ഒരു സംഭവമല്ല. മാസ്കിന് റോളൊന്നുമില്ല കോളറ തടയാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ വ്യക്തി ശുചിത്വം, ഈ കൈ കഴുകലൊക്കെയാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കൈയെ വായിലേക്കോ അല്ലെങ്കിൽ പ്രധാനമായിട്ട് വായ വഴി തന്നെ പോകുള്ളൂ, വായിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്തായാലും വൃത്തിയായിട്ട് കഴുകേണ്ടതാണ്. അതുപോലെ തന്നെ പാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മലം കലർന്ന സ്രവങ്ങൾ നമ്മുടെ വായിൽ എത്താതിരിക്കുക, വയറ്റിലെത്താതിരിക്കുക. അതെ, അതിലിപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നത് രോഗലക്ഷണം മാറിയാലും ഏതാനും ദിവസങ്ങൾ കൂടി രോഗിയിൽ നിന്ന് രോഗം പകരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ രോഗലക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ വയറിളക്കം കുറഞ്ഞു എന്ന് മാത്രമല്ലേ പറയാവുന്നുള്ളൂ. അപ്പൊ വൈറൽ ലോഡ് കംപ്ലീറ്റ് മലത്തിൽ നിന്ന് ഇല്ലാതെയാവാൻ സമയമെടുക്കാൻ സാധ്യതയുണ്ട്. അവിടെയും ഈ പേഴ്സണൽ ശുചിത്വം വേണം, അതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ നമ്മുടെ സെപ്റ്റിക് ടാങ്കുകൾ വളരെ കറക്റ്റ് ആയിരിക്കണം. ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സെപ്റ്റിക് ടാങ്കുകൾ ഇന്ന് ലീക്ക് ചെയ്യുന്നുണ്ടാവും. കിണറ്റിലേക്ക് വരികയാണെങ്കിൽ ആ കിണർ വെള്ളം നമ്മൾ ബോയിൽ ചെയ്യാതെ യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. അപ്പൊ നമുക്ക് തടയാൻ സത്യം പറഞ്ഞാൽ കുറെ രീതിയിൽ എളുപ്പമാണിത്. പക്ഷെ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവും. അതെ, താങ്കൾ തുടരണം. ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ഡോക്ടർ ബിന്ദു മോഹൻ, തിരുവനന്തപുരം DMO ഉണ്ട്. ഡോക്ടർ ബിന്ദു, ഈ നെയ്യാറ്റിൻകരയിലേത് ഇപ്പോൾ എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നൊരു സാഹചര്യമാണ്? 12 പേർക്ക് ലക്ഷണങ്ങളോടെ ചികിത്സ നൽകുന്നു എന്ന് പറയുന്നു. ഒരാൾക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്, മറ്റൊരാളുടെ മരണം ഇതുകൊണ്ടാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് കൂടിയൊരു നമ്പറിലേക്ക് ഇത് വന്നിട്ടുണ്ട് എന്നതാണോ വിലയിരുത്തൽ? ഡോക്ടർ അരുൺ, ഇപ്പോൾ നമ്മൾ ഈ എറണാകുളത്തേക്ക് വന്നാൽ നമ്മൾ ഈ ചില കോളറ മാത്രമല്ല ചർച്ച ചെയ്യുന്നത്, അതായത് എറണാകുളത്തെ വിഷയം കൂടിയുണ്ട്. ഡെങ്കിപ്പനി എന്നുള്ളത് അതിരൂക്ഷമായി വ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സംസ്ഥാനത്തെ 54% ഡെങ്കി ബാധിതരും എറണാകുളത്ത് തന്നെയാണ് എന്നതാണ്. ശനിയാഴ്ച മാത്രം 86 കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് നമുക്കറിയാം. എറണാകുളം എന്ന് പറയുമ്പോൾ ഒരുപാട് കൊതുക് ഉള്ളതാണ്. സാധാരണ കൊതുകല്ല, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യവുമാണ്. പക്ഷേ ഇതും ഒരു കൂടിയ അളവിലേക്ക് വരുന്നത് എന്തുകൊണ്ടാകാം? ഇതിൽ ഒരു കാരണം ഞാൻ വായിച്ചത്, ഇപ്പോൾ
ഇക്കുറി ഉണ്ടായിട്ടുള്ള മഴ അത് കൃത്യമായി ഇവരുടെ പ്രജനനം അനുസരിച്ച് അതിന് കൃത്യമായ ഇടവേളകളിൽ മഴ വന്നു എന്നുള്ളത് ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയിട്ടുണ്ട് എന്നതാണ് ഡോക്ടർ അരുൺ. അതെ, പല കാരണങ്ങളുണ്ട്. ഡെങ്കി സൈക്ലിക്കലായിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു എറണാകുളത്ത് ഇതിനു മുമ്പ് ഇത്രയധികം കേസ് വന്നൊരു 7-10 കൊല്ലം മുമ്പായിരിക്കും. ആ ഒരു 7-10 കൊല്ലം കഴിയുമ്പോൾ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആളുകളുടെ എണ്ണം ആ സമൂഹത്തിൽ ഒരു പരിധിയിൽ അധികം ഉണ്ടാകുമ്പോൾ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലുണ്ട്. ഇപ്പൊ പാലക്കാട് 2017 ഇത് കാര്യമായിട്ട് വന്നത്. പക്ഷെ ഇത്തവണ വളരെ കാര്യമായിട്ടില്ല, കുറേശ്ശേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു 2-3 വർഷം കഴിഞ്ഞാൽ പാലക്കാട് സിവിയർ ആയിട്ട് വരാം. ഒരു ഗ്യാപ്പ് വേണം രണ്ടും തമ്മിൽ. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം തന്നെ നമുക്ക് വീണ്ടും ഡെങ്കി വരാൻ സാധ്യത കുറവാണ്. അവർക്ക് കുറച്ചൊരു ഗ്യാപ്പ് വേണം. അപ്പൊ അങ്ങനെ ചില കാരണങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ കൊതുവിന്റെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടാവാം. ഇന്റർമീഡിയന്റ് റെയിൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ പെയ്താൽ എല്ലാം അടിച്ചു മാറ്റി കളയുന്ന രീതിയിലുള്ള മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ഉണ്ടാവാറില്ല. ചെറിയ ചെറിയ മഴകൾ വരുന്നു, പിന്നെ കുറച്ച് 1-2 ദിവസം മഴ പെയ്യുന്നില്ല, പിന്നെ ആദ്യം മഴ പെയ്യുന്നു. ഇന്റർമീഡിയന്റ് റെയിൻ ഒരു പ്രധാന കാരണമായിരിക്കാം. പിന്നെ ഒരുപാട് മറ്റേ തെളിഞ്ഞ വെള്ളത്തിലാണ് ഈ ഏഡിസ് കൊതു പ്രജനനം നടത്തുന്നത്. അപ്പൊ തെളിഞ്ഞ വെള്ളങ്ങൾ പല രീതിയിൽ ഉണ്ടാവും. വീടിന്റെ ചുറ്റിലോ ഫ്ലാറ്റിന്റെ ചുറ്റിലൊക്കെ തന്നെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ട്. ആ വേസ്റ്റുകളിലൊക്കെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന വേസ്റ്റുകൾ, വല്ല ബക്കറ്റ് ആയിക്കോട്ടെ, മഗ് ആയിക്കോട്ടെ, ടയറുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്ലവർ വേസ്റ്റുകളായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ നമുക്കുണ്ട്. ആ വേസ്റ്റുകളിൽ ഈ വെള്ളം കെട്ടി നിൽക്കുകയും ആ വെള്ളത്തിൽ കൊതുക് പറ്റിപ്പെരുകയാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ കൊതുക് ഒരു 400 മീറ്ററിന്റെ അപ്പുറമൊന്നും പറക്കുന്നില്ല. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള കൊതുക് തന്നെയാണ് നമുക്ക് അസുഖം തരുന്നത്. ഒരു ഓഫീസിൽ നിന്ന് കടി കിട്ടിയാൽ ഓഫീസിന്റെ ചുറ്റുമുള്ള കൊതുക് തന്നെയാണ്. അപ്പൊ നമ്മുടെ പരിസരം വൃത്തിയാക്കിയാൽ തന്നെ വളരെ നല്ല പകൽ സമയത്താണ് ഇത് കടിക്കുന്നത്. അതെ, കൂടുതൽ പകൽ സമയത്താണ്, രാത്രി കിടക്കുമ്പോഴല്ല. കൊണ്ട് ഓഫീസ്, സ്കൂള്, അതുപോലെ തന്നെ വീടിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങള് അവിടെയൊക്കെ തന്നെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റുകയും ആ വെള്ളം കെട്ടി നിൽക്കുകയെല്ലാം നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം കംപ്ലീറ്റ് കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ആക്കി വെക്കാൻ സാധിച്ചാൽ തന്നെ ഇത് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ കൊതുകടി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വലകൾ സാധിക്കുമെങ്കിൽ വലകൾ വെക്കുക. അതുപോലെ അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ, പനി വന്നു കഴിഞ്ഞാൽ ഉടനെ ആളെ കൊതുകുവലയിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളിൽ നിന്ന് പകരം നമുക്ക് കുറച്ച് തടയാൻ സാധിക്കും. അതുപോലെ കൊതുക് നശിപ്പിക്കാനുള്ള വേറെ പരിപാടി, ഇപ്പൊ ഫ്രഷ് വാട്ടറിൽ ഈ മത്സ്യങ്ങൾ ഉണ്ടെങ്കിൽ കൊതുകുകൾ വരുന്ന കുറയും. അപ്പോൾ അങ്ങനെയുള്ള ഫ്രഷ് വാട്ടർ ഇങ്ങനെ ശേഖരിച്ചിരിക്കുന്ന കുളങ്ങളായാലും അതുപോലെ തോടുകളായാലും മത്സ്യങ്ങൾ വളർത്തുന്നത് നല്ലതാണ്. വയലുകളിൽ മത്സ്യങ്ങൾ വളർത്തുന്നത് നല്ലതാണ്. അതുണ്ടെങ്കിൽ അതിന്റെ പ്രജനനം കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ഷെ ഇതൊക്കെ ചെയ്താലും ഡെങ്കിയെ എനിക്ക് തോന്നുന്നത് കുറേ പോലെ തന്നെ ഇല്ലാതെയാക്കാനും സാധിക്കാൻ വളരെ വിഷമമായിട്ടുള്ള കാര്യമാണ്. ഈ ലോകത്തിലെ എല്ലാ ഭാഗത്തും ഡെങ്കി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ട്രോപ്പിക്കൽ കൺട്രീസ് പണ്ട് പറഞ്ഞെങ്കിലും ഇപ്പോൾ എല്ലാ ഭാഗത്തും ആഗോള താപനം കൊണ്ട്, ചൂട് കൂടിയത് കൊണ്ട് ഇതുവരെ ഡെങ്കി കാണാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പൊ ഡെങ്കി വരുന്നുണ്ട്. പക്ഷെ ഡെങ്കി നമുക്ക് കണ്ടുപിടിക്കുകയും അതിന് വേണ്ട രീതിയിൽ ചികിത്സകൾ ചെയ്യുകയും ചെയ്താൽ വളരെ നല്ല രീതിയിൽ. അതിൽ ഈ ഡെങ്കിപ്പനി ബാധിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരിലും രോഗലക്ഷണം കുറവായിരിക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഡോക്ടർ? 5% പേർക്ക് തീവ്രത കൂടാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ ചിലർക്കെങ്കിലും അതിൽ രോഗലക്ഷണങ്ങൾ കുറവായിരിക്കും. അപ്പോൾ ഭൂരിഭാഗം പേരിലും ഒരുപക്ഷെ ഈ ഡെങ്കിപ്പനിയൊക്കെ വന്നു പോയിരിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? പഠനങ്ങൾ കാണിച്ചിരിക്കുന്ന വലിയ അസിംപ്റ്റമാറ്റിക് ആയിട്ട് ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്. സിംപ്റ്റമാറ്റിക് സീരിയസ് സിംറ്റംസ് ഇല്ലാത്ത എന്നാണ് അത് ഒരു പഴയ ചില പഠനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് അത്രത്തോളം കൃത്യതയോടെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസ് വെച്ചിട്ട് പനി എന്തായാലും ഇല്ലാതിരിക്കില്ല, പനി എന്തായാലും ഉണ്ടാവും. പക്ഷെ എല്ലാവർക്കും ഡെങ്കി മാതിരിയുള്ള മോഡലുള്ള വെരി ഹൈ ഫീവറും, തലവേദന, മേലും കൈയും വേദന, ചിലർക്ക് ഛർദി, വയറുവേദന, അങ്ങനെയുള്ള രീതിയിലേക്ക് ഫുൾ ഫ്ലഡ്ജ് ഡെങ്കി ഉണ്ടാവണമെന്നില്ല. പനി 2-3 ദിവസം പനി എന്തായാലും ഇല്ലാതെ വരുന്ന ഒരു വളരെ വളരെ അപൂർവമാണ്. എന്തായാലും പനി ഉണ്ടാവും. പക്ഷെ സാധാരണ നില ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഡെങ്കിന്റെ കാര്യത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 4-ാമത്തെ 5-ാമത്തെ ദിവസം പനി മാറും. പക്ഷെ ആ ദിവസം മുതലാണ് ക്രിട്ടിക്കൽ ഫേസ് എന്ന് പറയുന്ന മറ്റേ ബ്ലീഡിങ് വരാനും BP കുറയാനൊക്കെ ഉള്ള, ഷോക്ക് വരാനൊക്കെ ഉള്ള, അതായത് BP കുറഞ്ഞിട്ടുണ്ടാവുന്ന ഡെങ്കി ഷോക്ക് സിൻഡ്രോം ഒക്കെ വരാനുള്ള ഏറ്റവും സാധ്യതയുള്ള ദിവസങ്ങൾ 4, 5, 6, 7 ദിവസങ്ങളാണ്. 4-ാമത്തെ 5-ാമത്തെ ദിവസം പനി മാറും. നമ്മുടെ നിർഭാഗ്യവശാൽ ഈ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും തന്നെ പനി മാറിയ ഉടനെ അവർ പണിക്ക് പോകണം. ആൾക്കാർക്ക് പണിക്ക് പോകണം, ജീവിക്കണം. ഇപ്പൊ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 4-ാമത്തെ 5-ാമത്തെ ദിവസം പണിക്ക് പോകുന്ന ആളായിരിക്കും അവിടെ പണിസ്ഥലത്ത് വെച്ച് തലകറങ്ങി വീഴുകയും BP കുറഞ്ഞിട്ട് ആശുപത്രിയിൽ എത്തിക്കുകയും ചിലപ്പോൾ പെട്ടെന്ന് മരണത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത. അപ്പൊ ഡെങ്കി നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 ദിവസം പൂർണ്ണമായിട്ട് റെസ്റ്റ് ചെയ്യാം. അതെ, അതായത് ഈ പനി മാറിക്കഴിഞ്ഞും പ്രത്യേകിച്ച് അത് കഴിഞ്ഞൊരു 3-4 ദിവസം കൂടിയൊക്കെ വളരെ കാര്യമായി തന്നെ ശ്രദ്ധിക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത്. മറ്റൊന്നിപ്പോൾ ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നതും ഏതാണ്ട് ഈ വൈറൽ ഫീവർ പോലെയൊക്കെയുള്ള ലക്ഷണങ്ങളാണല്ലോ. അതിൽ വ്യത്യസ്തമാക്കുന്ന ലക്ഷണം എന്താണ്? കണ്ണിന് പിന്നിലുള്ള വേദന തുടങ്ങിയ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ സന്ധി പേശി വേദനയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള പനി, ഇപ്പൊ ഞാൻ കാണുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള പനി ജലദോഷപ്പനിയാണ്. അപ്പൊ ജലദോഷപ്പനി, ഈ ഡെങ്കിയിൽ ജലദോഷം ഉണ്ടാവില്ല. അപ്പോൾ ജലദോഷമുള്ള ഒരു പനിയാണെങ്കിൽ നിങ്ങൾക്ക് ഡെങ്കി ആവാൻ സാധ്യത വളരെ 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 കുറവാണ്.
ജലദോഷമുള്ള പനിയാണെങ്കിൽ നിങ്ങൾക്ക് 3-4 ദിവസം വെയിറ്റ് ചെയ്യാം. എന്നാൽ വെറും പനി, അത് ചിലപ്പോൾ പനിയുടെ കൂടെ തലവേദന, പേശിവേദന, കണ്ണിന്റെ പിന്നിലെ വേദന, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ വെറും പനി, ഹൈ ഫീവർ, യൂഷ്വലി ഡെങ്കി ഹൈ ഫീവർ ആയിരിക്കും. 3-4 പ്രാവശ്യം പാരസറ്റമോൾ കൊടുത്താലും കുറയാത്തൊരു പനിയാണെങ്കിൽ ഡെങ്കി ടെസ്റ്റ് ചെയ്യുക. ഡെങ്കി ടെസ്റ്റ് ചെയ്തത് പോസിറ്റീവ് ആണെങ്കിൽ ആ പനി തുടങ്ങിയ അന്ന് മുതൽ 10 ദിവസം പൂർണ്ണമായിട്ട് വീട്ടിൽ വിശ്രമിച്ചാൽ തന്നെ വേറെ ഒരു ചികിത്സയില്ലാതെ ആൾക്ക് സുഖമായിട്ട് പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. വേറെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ ടെസ്റ്റ് ചെയ്യണത് ഡെങ്കിയിൽ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് അത് ഡെങ്കി ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പനി മാറിയ ദിവസം ഒരു ഭൂരിഭാഗം പേരും പുറത്തിറങ്ങി ജോലിക്ക് പോവുകയും ചെയ്യുമ്പോൾ ആ സമയമാണ് ഏറ്റവും ക്രിട്ടിക്കൽ ഫേസ്. ആ ടൈമാണ് പ്ലേറ്റ്ലെറ്റ് കുറയും, PCV കൂടുകയും BP കുറയുകയൊക്കെ ചെയ്യുന്ന സമയം. അത് നമ്മൾ ചിലപ്പോൾ മിസ്സാവും. അപ്പൊ അവിടെയാണ് ഈ പ്രോബ്ലം വരുന്നത്. ജലദോഷം ഉണ്ടെങ്കിൽ അത് ഡെങ്കി ആവാൻ സാധ്യത വളരെ കുറവാണ്. അതെ, അപ്പോൾ ഇതിൽ ഈ പ്രതിരോധം പോലെ തന്നെ ചികിത്സയ്ക്കും വളരെ പ്രാധാന്യമുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത്. ചികിത്സ കൃത്യമായി ഇതിൽ എടുത്തില്ല എന്നുള്ള ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലേക്ക് പോകാം. കൗണ്ട് കുറയുക, അതുപോലെ തന്നെ ഹൃദയത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് രക്തസമ്മർദ്ദം കുറയുക, ഇതൊക്കെ ഇതിന്റെ പ്രത്യാഘാതമായി വരുന്നതാണല്ലേ? അതെ, പക്ഷെ ഇതെല്ലാം തന്നെ വെറും കേവലം റെസ്റ്റ് കൊണ്ട് മാറ്റാവുന്നതാണ്. ഭൂരിഭാഗം ആൾക്കാർ സ്ട്രോങ് ഫീവർ, ഹൈ ഫീവർ ഉള്ള ആളുകൾക്ക് വീട്ടിലെ റെസ്റ്റ് മാത്രം മതി. അവിടെയും നിർജ്ജലീകരണ ഒരു പ്രശ്നമാണ്. കുറച്ച് വെള്ളങ്ങൾ കൂടുതൽ കുടിക്കണം. ഉപ്പുള്ള വെള്ളങ്ങൾ, കഞ്ഞിവെള്ളം, ORS എല്ലാം ധാരാളം കുടിക്കുക. ശക്തിയായ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രിപ്പ് കൊടുക്കേണ്ടി വരും. വോമിറ്റിംഗ് ഒന്നും ഇല്ലെങ്കിൽ, ഛർദി ഒന്നും ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ മാനേജ് ചെയ്യുന്നതാണ് ഡെങ്കി ഭൂരിഭാഗം ആൾക്കാർക്ക്. പക്ഷെ ഡെങ്കിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 പ്രാവശ്യം കൂടി കൗണ്ട് ഒക്കെ നോക്കുന്ന ടെസ്റ്റ് ചെയ്ത് നല്ലതാണ്. ഇപ്പൊ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആൾക്ക് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ Day 1 മുതൽ Day 10 വരെ, 10ാം ദിവസം വരെ വീട്ടിൽ പൂർണ്ണ വിശ്രമം എടുത്താൽ 11ാം ദിവസം ആൾക്ക് ജോലിക്ക് പോകാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി ഇതിൽ ഒരു കാര്യം കൂടി, 2 തവണ, അതായത് 2ാമത്തെ തവണ കൂടി ഡെങ്കിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് സൂക്ഷിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് നമ്മൾ ഡെങ്കി 4 വൈറസാണ്. 5 വൈറസിന്റെ ശരിക്കും 4 നമ്മൾ സാധാരണ കാണുന്നത്. അതിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ വീണ്ടും വരില്ല. നമുക്ക് ആജീവനാന്തം ഇമ്മ്യൂണിറ്റി കിട്ടും. എന്നാൽ മറ്റു ടൈപ്പുള്ള വൈറസുകൾ 3 ടൈപ്പ് വീണ്ടും വരാം. അത് ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയ ഓൾറെഡി നമ്മുടെ ഡെങ്കി വൈറസിനെതിരായിട്ടുള്ള ചില ആന്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. എന്നാൽ നിർഭാഗ്യവശാൽ ആന്റിബോഡീസ് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുന്നത്. ആ ആന്റിബോഡീസും ഈ വൈറസും തമ്മിലുള്ള ഒരു പ്രതിപ്രവർത്തനം കാരണം ഈ ഡെങ്കി ഷോക്ക് സിൻഡ്രോം, ഡെങ്കി ഹെമറേജിക് സിൻഡ്രോം എന്നൊക്കെ പറയുന്ന കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലുണ്ട്. വളരെയധികം കൂടുതലുണ്ട് എന്ന് പറയുന്നില്ല, കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം വന്ന ആളുകൾ, യൂഷ്വലി ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് 5-10 ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും വരിക. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ കരുതൽ വേണം എന്ന് മാത്രമേ പറയാം. വളരെ നന്ദി ഡോക്ടർ, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ഇപ്പോൾ സംസ്ഥാനത്ത് പനി പലതരത്തിൽ വ്യാപിക്കുകയാണ്. അത് മഴക്കാലം കൂടിയാകുമ്പോൾ അതിൻ്റെ എണ്ണം കൂടുകയാണ്. പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 11,000-ന് മുകളിലേക്കാണ് നിലവിൽ. അത് പലതരത്തിലുള്ള പനികളുണ്ട്. അതിനിടെയാണ് ഏറ്റവും കൂടുതൽ ആശങ്ക പരത്തിക്കൊണ്ട് തലസ്ഥാനത്ത് കോളറയും ഒപ്പം എറണാകുളത്ത് ഡെങ്കിപ്പനിയും അതിരൂക്ഷമായി വ്യാപിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഡോക്ടർ NM അരുൺ കാര്യങ്ങൾ വിശദീകരിച്ചത്.